അസ്സലാമലൈക്കും, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പച്ച ഈന്തപ്പഴപ്പോൾ യു എയിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ഈന്തപ്പഴം നാലാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാ ഈന്തപ്പഴം കുരു കളഞ്ഞവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പേസ്റ്റ് തന്നെ ഈന്തപ്പഴത്തിന്, അത് നിർബന്ധമൊന്നുമില്ല, അവിടെ ഉണ്ടായ കാരണം ഞാൻ ഇടുകയാണ്. അതില്ലെങ്കിൽ ഇത് ഇട്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കാശ്മീരി മുളക് പൊടി, അച്ചാർ പൊടി, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ, എണ്ണയില്ല. പിന്നെ കടുക്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താ ചെയ്ത്, പച്ച ഈത്തപ്പഴമായത് കാരണം ചെറിയൊരു കറയുടെ ഒരിതുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് വഴറ്റി കുറച്ചൊന്നുകൊണ്ട് വേവിച്ചിട്ടുണ്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ചെമ്പിനകത്ത് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ഈന്തപ്പഴം ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വേവണം. അതിൽ പച്ചയായ കാരണേ ഇതിനൊരു എന്താ പറയുക, കറ ഉണ്ടാവും. അപ്പോൾ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ആ കറ ഒന്നുകൊണ്ട് പോയി കിട്ടും. അപ്പോൾ അതിനാണ് നമ്മൾ ചെറുതായിട്ട് എണ്ണയിലൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. വല്ലാതെ വെന്ത് പോകണ്ട, കുറച്ച് ഇതിൻ്റെ ഈ ഒരു പച്ചനിറം ഒന്നങ്ങോട്ട് മാറിക്കിട്ടണം, അത്രേ വേണ്ടു. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയി, വേറൊന്നുമല്ല, സുർക്ക കൂടി നമ്മളിതിൽ ചേർക്കണം കേട്ടോ. സുർക്കം കൂടി നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, വിനെഗർ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളുടെ ഈന്തപ്പഴം വെന്ത് വരട്ടെ. ചെറുതായിട്ട് ഇങ്ങനെ കളറൊക്കെ മാറി വരുന്നുണ്ട്. കുറച്ച് വെന്ത് കഴിഞ്ഞാലേ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാം. നമ്മൾ പച്ച ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ എന്താ പറയുക, കറ ഉണ്ടാവും. അപ്പോൾ കറ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കഴിക്കാനും പറ്റില്ല. ഇതൊന്ന് വെന്ത് കഴിഞ്ഞാൽ വേഗം അലിഞ്ഞ് സോഫ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ അതിനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്, നെടുക കീറിയിട്ട്. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടില്ലേ, ഇത് നമ്മൾ നെടുക കീറി ഉപ്പും വിനെഗറും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ 2 ദിവസം ആയിട്ടുള്ളത് നമ്മൾ ഇട്ട് വെച്ചിട്ട്. അതായിട്ടില്ല, അതാവട്ടെ. നമ്മൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് നാരങ്ങൊക്കെ ഇവിടെ സെറ്റാക്കി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈന്തപ്പഴം അതങ്ങനെ വെന്ത് കളറൊക്കെ മാറിയിട്ടുണ്ട് ചെറുതായിട്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഈന്തപ്പഴം നമ്മൾ മാറ്റിയിട്ടുണ്ട് വേറൊരു പാത്രത്തിലേക്ക്. എന്നിട്ട് ആ ചെമ്പന്നെ വെക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ എന്ന് ഉദ്ദേശിച്ച സൺഫ്ലവർ ഓയിലാണ് കേട്ടോ, നിങ്ങൾ നല്ലെണ്ണയെന്ന് വിചാരിക്കണ്ട. എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ, പൊട്ടട്ടെ. അപ്പോൾ അതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിതെല്ലാം ഒന്നിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കണത്. നന്നായി ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. അപ്പോൾ അതിന് ശേഷം നമ്മൾ തീ വളരെ കുറച്ച് വെക്കുക. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, കാശ്മീരി മുളക് പൊടി, അച്ചാർ പൊടി, ഒന്നിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടി കുറച്ച് നേരം വെക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട്. അപ്പോൾ
അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈന്തപ്പഴം ഇട്ട് കൊടുക്കുക, നടുക പൊളിച്ചത് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിൻ്റെ പേസ്റ്റും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൽ നമ്മൾ ഉപ്പ് ചേർക്കണം, കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഉപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. സാധനം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ആവശ്യമാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ പേസ്റ്റിൻ്റെ കാര്യം അത് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല, വീട്ടിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കാര്യം ഞാൻ ഇട്ടെന്നുള്ളൂ. അപ്പോൾ അത് നിർബന്ധമില്ല, ഈന്തപ്പഴം ഇട്ടാൽ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം നമുക്ക്. അപ്പോൾ അത് കണ്ടില്ല, നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ചെയ്യുക, നമ്മളിവിടെ പകുതി വേവിച്ച് വെച്ച് ഈന്തപ്പഴം കൂടി ഇതിലിട്ട് കൊടുക്കുക. ഓ, നമ്മൾ ചെമ്പ് നിറഞ്ഞിട്ടാ. നന്നായിട്ടൊന്ന് എന്ത് ചെയ്യുക, മിക്സാക്കി കൊടുക്കുക. ഈ നമ്മളുടെ ഈ ഈന്തപ്പഴത്തിൻ്റെ ഇത് ഈ ഫ്രഷ് ഈന്തപ്പഴത്തിൻ്റെ കൂടെ നന്നായിട്ട് മിക്സായിട്ട് വരണം. നമുക്കൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. നന്നായി മിക്സായിട്ട് വരുന്നുണ്ട്. നമുക്കിനി സുറുക്കം കൂടി ഒഴിക്കുമ്പോൾ ഇതൊന്നുകൂടെ ലൂസാവും. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് സുറുക്കൊക്കെ ഒഴിച്ചൊന്ന് മിക്സ് ആക്കണം. അപ്പോഴാണ് ഇതൊന്നും കൂടി ലൂസായിട്ട് അച്ചാറിൻ്റെ ഒരു ഇതിൽ കൊണ്ട് വരുള്ളൂ. ഇതിപ്പോൾ കുറച്ച് ടൈറ്റായിട്ടാണ് കിടക്കുന്നത്. പിന്നെ നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ചെയ്യാം, സുറുക്കം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഓക്കെ, തീ നമ്മൾ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സുറുക്ക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഓരോ താല നമ്മളിങ്ങനെ മിക്സാക്കി കൊണ്ടുപോയാൽ മതിട്ടാ. ഇത് ഇപ്പോൾ ഇതിൻ്റെ ആ സ്മെല്ലൊക്കെ വരുമ്പോൾ നല്ല, ഇപ്പം തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുകയാണ് മാതിരിയാണ്. അപ്പോൾ നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും വെളുത്തുള്ളി അച്ചാറൊക്കെ ഇട്ട മാതിരി തോന്നും. അപ്പോൾ ഇത് നമ്മൾ സുറുക്കൊക്കെ ഒഴിച്ച് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഇങ്ങനെ കണ്ടാൽ തോന്നും വെളുത്തുള്ളിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഈത്തപ്പഴം UAE ഇഷ്ടം മാതിരി കിട്ടുന്ന സമയമാണ്. ഉണ്ടാക്കി നോക്കുക. നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരണക്കാരും നല്ലതേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണല്ലോ. ഇനി നമുക്ക് തീയൊന്ന് ഓഫാക്കി കൊടുക്കാം. ഇത് ചെറിയ ചൂടിൽ അങ്ങനെ ഇരുന്നത് വേവുകയും ചെയ്തോളും, സെറ്റാവും. അപ്പോൾ നമുക്കൊരു 2 ദിവസം 3 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം. അതില്ലേ, കണ്ടാ വെളുത്തുള്ളിയാ തോന്നൂട്ടാ. ഇതൊക്കെ ഒരു 2 ചോള ഒരു ഇത്രയും എടുത്ത് നല്ല കഞ്ഞൊക്കെ ഉണ്ടാക്കി അങ്ങോട്ട് കുടിച്ചാലേ ഒരു വലിയ കിണ്ണം കഞ്ഞൊക്കെ കുടിക്കും. ബിരിയാണിക്കൊക്കെ അത് മസ്റ്റാണ്. ബിരിയാണിക്കും മന്തിക്കൊക്കെ ഇത് ഉണ്ടെങ്കിൽ വീണ്ടും ചോറിട്ട് കഴിക്കും നമ്മൾ. മനസ്സിലായിണ്ട? അപ്പോൾ ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ അതുവരേക്കും നന്ദി. ഓക്കെ.